ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. അപ്പം ഈ ഒരു 2023 ഫസ്റ്റത്തെ വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ ഒരു ചാനലിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും എല്ലാ സപ്പോർട്ടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനി വരുന്ന യാത്രകളിലും നിങ്ങളുടെ ഈ ഒരു സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വർക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ അഡോബി ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു ഫ്ലെക്സ് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലെക്സ് ഡിസൈനാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലെക്സ് ഡിസൈൻ ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതായത് എങ്ങനെയാണ് ഇതിന് പ്രോപ്പറായിട്ട് സൈസ് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് കളർ മോഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് എല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ എങ്ങനെയാണ് ഒരു ഫ്ലെക്സ് ലേഔട്ട് ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലെക്സ് ഡിസൈൻ ആവശ്യമായുള്ള ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ ഇമേജസ് ഒക്കെ ഇവിടെ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇമേജസ് ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള freepik.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. ഞാൻ ഇതിന് മുൻപും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു freepik.com എന്ന് പറഞ്ഞ സൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിസൈനിങ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വെബ്സൈറ്റാണ് freepik.com എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫയലിലേക്ക് പോവാം. ഇവിടെ നിന്ന് ഞാൻ ന്യൂ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് ഒരു നെയിം ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ഫ്ലെക്സ് ഡിസൈൻ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഡോക്യുമെൻറ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ സൈസ് സെറ്റ് ചെയ്യണം. ഈ ഒരു ഫ്ലെക്സിന് നമ്മൾ സൈസ് സെറ്റ് ചെയ്യുന്നത് ഒരു ബ്രോഷറിനോ അല്ലെങ്കിൽ ഫ്ലെയറിനോ ചെയ്യുന്ന രീതിയിലല്ല. ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് രണ്ട് മെത്തേഡിലൂടെ ഫ്ലെക്സിന് സൈസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ ഇഞ്ചസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്കിവിടെ ഫീറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫ്ലെക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 32 ഫീറ്റാണ്, അതായത് 32 അടി. അപ്പോൾ നമുക്കിവിടെ ഈ ഫീറ്റ് അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇഞ്ചസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ വിഡ്ത്തിൽ നമ്മൾ കൊടുക്കേണ്ട സൈസ് എന്ന് പറയുന്നത് 2 ആണ്, അതായത് 2 ഫീറ്റ് വിഡ്ത്താണ് നമുക്ക് കൊടുക്കേണ്ടത്. ഹൈറ്റിൽ വന്നിട്ട് നമുക്ക് 3 ഫീറ്റാണ്, 3 ഫീറ്റ് ഹൈറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസൊല്യൂഷനിലാണ്. നമുക്കിവിടെ റെസൊല്യൂഷനിൽ 600 ആണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ 600 റെസൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ഈ 32 ഇഞ്ചസ് എന്നുള്ളത് ഡയറക്റ്റായിട്ട് ഫീറ്റിനകത്തേക്ക് കൺവേർട്ട് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി നമ്മൾ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ ഒരു സൈസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 2 ഫീറ്റ് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ് വരിക. അപ്പോൾ നമ്മളിവിടെ 24 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഹൈറ്റിൽ 3 ഫീറ്റാണുള്ളത്. നമ്മൾ പറഞ്ഞു ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പം നമ്മൾ 3നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുക 36 ഇഞ്ചാണ്. ഇനി നമുക്കിവിടെ 600 റെസൊല്യൂഷൻ്റെ ആവശ്യമില്ല, 72 റെസൊല്യൂഷൻ മതി. അപ്പോൾ നമ്മൾ ഈ രണ്ട് മെത്തേഡിലൂടെയാണ് ഫ്ലെക്സിന് സൈസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ കളർ മോഡ് ശ്രദ്ധിക്കണം. കളർ മോഡിൽ നമുക്ക് CMYK ആണ് വേണ്ടത്. ഞാനിവിടെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് RGB കളർ മോഡ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. നിങ്ങൾ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് മസ്റ്റായിട്ടും CMYK കളർ മോഡ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള സൈസിലുള്ള ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഇമേജസും അതുപോലെ തന്നെ ടെക്സ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് തന്നെ അലൈൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡോക്യുമെൻറ്റിനകത്തേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, നമുക്കിതിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ഓരോ ഡീറ്റെയിൽസുകളായിട്ട് കൊണ്ടുവരാം. ഞാൻ ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു യെല്ലോ കളറിലുള്ള ഈ ഒരു ബ്രഷ് സ്ക്രാച്ചസ് ആണ് എനിക്ക് അവിടേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ലെയർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിന് ഞാൻ സെലക്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ഫ്ലെക്സ് ഡിസൈനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് നമുക്കിവിടെ മുകളിലായിട്ട് അലൈൻ ചെയ്യാം. കാരണം എനിക്ക് ഇതിനകത്ത് കുറച്ച് ടെക്സ്റ്റുകൾ കൊടുക്കാനുള്ളതാണ്. ഓക്കെ, നമുക്കിതിവിടെ ഇപ്പോൾ തൽക്കാലം വെക്കാം. ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റിൽ മാറ്റമൊക്കെ വരുത്താവുന്നതാണ്. ഞാനിവിടെ വീണ്ടും ഫസ്റ്റത്തെ ഡോക്യുമെൻറ്റിൽ വരുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിൽ ആണ് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലെക്സിൻ്റെ ക്യാപ്ഷനായിട്ട് വരുന്നത്. ഞാൻ ഈ ഒരു ഡീറ്റെയിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫോണ്ടും സൈസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം.
നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന FMLTT ഇന്ദുലേഖ എന്നുള്ള ഫോണ്ടാണ്. ഈ ഒരു ഫോണ്ട് തന്നെ നമുക്കിവിടെ കീപ്പ് ചെയ്യാം. ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് അല്പം കുറച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു രുചി റെസ്റ്റോറൻറ്റ് എന്നുള്ള ഈ ഒരു വേർഡ് നമുക്കിവിടെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കാണണം. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ നെയിമാണത്. അതുപോലെ ഞാൻ ഈ ഒരു ഡീറ്റെയിലിൻ്റെ സൈസ് അല്പം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. നമുക്ക് സെയിം മുകളിലത്തെ സൈസ് തന്നെ കൊടുക്കാം. ഈ ഒരു ഡീറ്റെയിലിൻ്റെ സൈസ് ഞാൻ അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡീറ്റെയിലിനെ അല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വെക്കാം. അപ്പോൾ ഞാൻ Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ കോർണറിൽ വന്നതിന് ശേഷം ഇതിനെ അല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിനെ അല്പം കൂടെ ബോൾഡായിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇറ്റാലിക്കിലൂടെ കൊടുത്ത് നോക്കാം. ഇവിടെ നിന്ന് ഞാൻ ബോൾഡ് ഇറ്റാലിക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. രണ്ടും രണ്ട് ഫോണ്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ കഴിയാത്തത്. ഇവിടെ നിന്ന് ഇതിനെ ഞാൻ ബോൾഡ് ഇറ്റാലിക്കിലോട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ബോൾഡായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്പം കൂടി താഴേക്ക് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മളിവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലും അതുപോലെ ഇമേജസ് ഒക്കെ ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫുഡിൻ്റെ ഇമേജ് അവിടേക്ക് കൊണ്ടുവരാം. ഇതിൻ്റെ ഞാൻ ഓൾറെഡി തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്കിവിടെ ഇത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മെയിൻ ക്യാപ്ഷൻ കൊടുക്കാം. ഞാൻ ആ ഒരു ഡീറ്റെയിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വേർഡുകളാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ രണ്ടാമത്തെ ലെയർ കൂടി സെലക്ട് ചെയ്യാം. നമുക്ക് ഈ സെയിം കളർ തന്നെ ഇവിടെ പിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കളർ പിക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു കളർ പിക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫോണ്ട് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. FMLTT ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് ഞാൻ ഇതിനായിട്ട് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് അല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിന് ഞാൻ അല്പം ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പം ലെയർ സ്റ്റൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യുന്നുണ്ട്. അല്പം ഈ ഒരു ഡ്രോപ്പ് ഷാഡോയുടെ സൈസൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ലൈനെ കൂടി കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇതിൻ്റെ ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വൈറ്റ് കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് മുകളിലുള്ള സെയിം ഫോണ്ട് തന്നെ കൊടുക്കാം. FMLTT ശ്രുതി എന്നുള്ള ഫോണ്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സൈസും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അല്പം കൂടി ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ഇതിനെ ഞാനിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫസ്റ്റത്തെ ലൈന് കൊടുത്തിട്ടുള്ള ഈ ഡ്രോപ്പ് ഷാഡോ നമുക്ക് കോപ്പി ചെയ്ത് ഈ ഒരു ഡീറ്റെയിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ടെക്സ്റ്റിൽ വന്നതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കോപ്പി ലെയർ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഇനി ഞാൻ അടുത്ത ലെയറിൽ വന്നതിന് ശേഷം വീണ്ടും റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ മുകളിലത്തുള്ള സെയിം ഡ്രോപ്പ് ഷാഡോ തന്നെ ഇവിടെയും പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ രണ്ട് ലൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഒരു റൗണ്ട് ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ നിന്ന് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിലൊക്കെയാണ് കൊടുക്കാനുള്ളത്. നമുക്കിതിന് ഈ ഒരു സെയിം യെല്ലോ കളർ തന്നെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു കളർ പിക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് ലെയർ സ്റ്റൈൽ പോയതിന് ശേഷം സ്ട്രോക്കും ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കാം. ഇവിടെ ഞാൻ സ്ട്രോക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. വൈറ്റ് കളറുള്ള സ്ട്രോക്കാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ സൈസ് നമുക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സൈസ് കൊടുക്കാം. ഇനി ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കണം. സൈസ് നമുക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ ഞാൻ ഇന്നർ ഷാഡോ കൂടി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ മുകളിലായിട്ട് ഒരു ഷാഡോ ഇൻസൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നർ ഷാഡോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നർ ഷാഡോ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ഇന്നർ ഷാഡോയിൻ്റെ ആവശ്യമുള്ളൂ.
അതുപോലെ നമുക്ക് ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ തിക്നെസ് അല്പം കൂടി ഒന്ന് കുറയ്ക്കാം. ഓക്കെ, ഈ ഒരു സ്ട്രോക്ക് മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്ത് അലൈൻ ചെയ്ത് വയ്ക്കാം. ഞാൻ ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു കോംബോ 150 എന്നുള്ളതാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. ഇത് നമുക്ക് 2 ലൈനായിട്ട് കൊടുക്കാം. അതുപോലെ ഞാനിതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് റോബോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫസ്റ്റത്തെ ലൈൻ നമുക്ക് തിന്നായിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ സൈസ് ഞാൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡ് ലൈൻ്റെ ഫോണ്ട് സൈസ് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. കാരണം നമുക്ക് ഈ ഒരു പ്രൈസാണ് കുറച്ചും കൂടി എടുത്ത് കാണിക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു കോംബോ ഡീറ്റെയിലും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലെക്സിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ താഴേക്ക് കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡിൻ്റെ മുകളിലായിട്ട് ഒരു സ്മോക്ക് എഫക്റ്റ് കൂടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ആ ഒരു എഫക്റ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കത് ശരിക്കും കാണത്തില്ല. ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്മോക്ക് എന്നും പറഞ്ഞ് ഈ ലെയർ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സ്മോക്ക് എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫുഡിൻ്റെ മുകളിലായിട്ട് ഒരു സ്മോക്ക് എഫക്റ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് താഴേക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഡോക്യുമെൻറ്റിൽ പോകുന്നുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു പ്രൈസ് ഡീറ്റെയിൽസുകളാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഫോണ്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇവിടുന്ന് ഞാൻ റോബോട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. കുറച്ചും കൂടെ ഇവിടെ എടുത്ത് കാണിക്കാനായിട്ട് വൈറ്റ് കളറാണ് നല്ലത്. അതുപോലെ ഇതിൻ്റെ സൈസ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത്രയും വലിപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണ്ട. ഓക്കെ, ഈ ഒരു സൈസ് മതി. അതുപോലെ നമുക്ക് ഇതിനെ പുറത്തായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അല്പം ഒന്ന് സൂം ചെയ്തിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ഫിൽ കളർ ആവശ്യമില്ല, നമുക്ക് ആ ഒരു സ്ട്രോക്ക് മാത്രം മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഇവിടെ ഫില്ലിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഫില്ല് ഹൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്ക് ഒരു വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. ഒരു 2 പോയിൻ്റ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു സൈസ് മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വെക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു പ്രൈസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് ബിരിയാണികളുടെ നെയിമോ കൊടുക്കാനുണ്ട്. കാരണം ഒരു ബിരിയാണി സ്പെഷ്യൽ റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ബിരിയാണിയാണ് ഇവിടെ അവൈലബിൾ എന്നുള്ള ആ ഒരു നെയിമുകൾ കൊടുക്കാം. ഇതൊന്ന് ഞാൻ ഇവിടുന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു ഡിസൈനിനകത്ത് അത് എടുത്ത് കാണിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. എല്ലാത്തിനും ഞാൻ റോബോട്ടോ എന്നുള്ള ഒരു ഫോണ്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഒരു ഫസ്റ്റത്തെ ലൈന് നമുക്ക് ബോൾഡ് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 32 പോയിൻ്റ് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഈ നെയിമുകളെല്ലാം കുറച്ചും കൂടെ സൈസ് കുറച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ സൈസ് ഒരു 28 പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്യാം. ഇപ്പോൾ ഇതിന് നമുക്ക് മുകളിൽ കൊടുത്തേക്കുന്ന പോലെ ഒരു റെക്റ്റാങ്കിൾ ബോർഡർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു സെയിം വിഡ്ത്തിൽ തന്നെ നമുക്ക് അലൈൻ ചെയ്യാം. ഈ ഒരു അലൈൻമെൻ്റ് എല്ലാം എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് റെസ്റ്റോറൻറ്റ് നെയിം, കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കാനുള്ളത്. നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും സ്പേസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഞാൻ ആ താഴേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിന് സെയിം കളർ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫില്ലിൽ പോയിട്ട് ഈ ഒരു കളർ പിക്ക് ചെയ്യുന്നുണ്ട്, അതായത് കളർ പിക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് സ്ട്രോക്കിൻ്റെ ആവശ്യമില്ല, ഇതപ്പോൾ ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ലോഗോയും അതുപോലെ തന്നെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകാം. ഓക്കെ, ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് നെയിം അതുപോലെ കോൺടാക്റ്റ് ഡീറ്റെയിൽസുകൾ ഇവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇതാണ് റെസ്റ്റോറൻറ്റ് നെയിം വരുന്നത്. പിന്നെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫെയർ പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് നമ്മളിതിന് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 77 സൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു അഡ്രസ്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം, ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല. റോബോട്ട് എന്നുള്ള ഫോണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് തിന്ന് കൊടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ സൈസ് ഞാൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിലിൻ്റെ ഇടയിലുള്ള സ്പേസ് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് ക്യാരക്ടർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ റെസ്റ്റോറൻറ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടേക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ ഞാനിവിടെ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് ചെറിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പ് കൊണ്ട് തന്നെയാണ് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടേക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. കോൺടാക്റ്റ് ഡീറ്റെയിൽസിലും ഫോൺ നമ്പറും അതുപോലെ വെബ് അഡ്രസ്സും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിനെ അവിടേക്ക് കൊണ്ടുവരാം. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കറക്റ്റായിട്ട് ഇതിനെ അലൈൻ ചെയ്യാം. ഇതിൻ്റെ സൈസും അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡീറ്റെയിൽസിനെല്ലാം നമുക്ക് റോബോട്ട് എന്നുള്ള ഫോണ്ട് തന്നെ കൊടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോൺടാക്റ്റ് എന്നുള്ളത് നമുക്ക് തിന്നായിട്ട് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു നമ്പറും അതുപോലെ വെബ് അഡ്രസ്സും ആണ് കുറച്ചും കൂടെ ബോൾഡായിട്ട് കാണേണ്ടത്. ഇത് നമുക്ക് ബോൾഡിൽ കൊടുക്കാം. നമുക്ക് ഈ ഡീറ്റെയിൽസിനെല്ലാം കറക്റ്റായിട്ട് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ ഈ ഒരു ഡീറ്റെയിൽസിനെ അല്പം കൂടി താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷം PSD ഫോർമാറ്റിൽ കൂടി സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.